വർഷങ്ങളായി നീറിപ്പൊകിയുന്ന എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളുടെ കുടിയിറക്കൽ ഭീഷണിക്ക് ഒടുവിൽ വിരാമമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ സർക്കാരും പ്രാദേശിക ജനപ്രതിനിധികളും ചേർന്ന് നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. സമരങ്ങളുടെ ഭാഗമായുള്ള കേസുകൾ പിൻവലിക്കാനും 1 വർഷത്തിനകം പുതിയ വീടുകൾ നിർമ്മിക്കാനും യോഗത്തിൽ ധാരണയായെന്ന് മന്ത്രി റോജി എം ജോൺ. ഏറെ നാളെ തർക്കങ്ങളും പ്രതിഷേധങ്ങളും നിലനിന്നിരുന്ന എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളുടെ കുടിയിറക്കൽ ഭീഷണിക്ക് ഒടുവിൽ പരിഹാരമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ സർക്കാരും പ്രാദേശിക ജനപ്രതിനിധികളും ചേർന്ന് നടത്തിയ നിർണായക ചർച്ചയിൽ ഉയർന്നുവന്ന സമവായ ഫോർമുല ഇരുവിഭാഗങ്ങളും അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ദളിത് കുടുംബങ്ങൾക്ക് അവർ നിലവിൽ കഴിയുന്ന ഭൂമിയിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന ആവശ്യമാണ് ഒടുവിൽ ചർച്ചയിലൂടെ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതെന്നും ചർച്ച വിജയിച്ചെന്നും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ധാരണയായതായും യോഗത്തിൽ മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സമരങ്ങളുടെ ഭാഗമായി കേസുകൾ പിൻവലിക്കാനും 1 വർഷത്തിനകം പുതിയ വീടുകൾ നിർമ്മിക്കാനും യോഗത്തിൽ ധാരണയായതായും 2 ദിവസത്തിനകം ഒപ്പുവയ്ക്കുന്ന കരാർ ജൂൺ 16-ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും വീടുപണി പൂർത്തിയാക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നതിനായി മൂവാറ്റുപുഴ RDO, DYSP എന്നിവരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, എറണാകുളം റൂറൽ SP സുദർശൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K മനോജ്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുക്താർ, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ, സെക്രട്ടറി PM അബ്ദുൾ ലത്തീഫ്, കുന്നത്തുനാട് തഹസീൽദാർ M മായ, സമരസമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.